പ്രതികരിച്ചല്ലോ, അത് പരിശോധിക്കും. എന്നിട്ടെന്താ തീരുമാനം എടുക്കാഞ്ഞത്? അപ്പോൾ രാജിവെച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അതിൽ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ വാദഗതികൾ അത് കേരളത്തിലെ ജനങ്ങൾ ആ അർത്ഥത്തിൽ ഒരിക്കലും സ്വീകരിക്കില്ല. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തെ നിയമനങ്ങളെക്കുറിച്ച് അന്വേഷിക്കും എന്ന വാർത്ത കണ്ടു. ഞാനതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുക. അന്വേഷിക്കട്ടെ, ഏത് കാര്യവും അന്വേഷിക്കട്ടെ. പക്ഷേ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് 4 മാസമായിട്ട് പറയാതിരുന്ന കാര്യം, CP ജയരാജൻ്റെ ഈ ബന്ധു നിയമന വിവാദം വന്നപ്പോൾ അത് സത്യപ്രതിജ്ഞാ ലംഘനമായി വരുന്നു, അത് അഴിമതിയായിട്ട് വരുന്നു, സ്വജനപക്ഷപാതമായിട്ട് വരുന്നു എന്നൊക്കെ വരുമ്പോൾ അന്വേഷണം എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ. UDFൻ്റെ മാതൃകയല്ല എന്ന് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ധനകാര്യ മന്ത്രിയായിരുന്ന ശ്രീ KM മാണിക്കെതിരെ ഹൈക്കോടതിയുടെ ഒരു പരാമർശം വന്നപ്പം മാണി സാർ ആരും പറയാതെ സ്വയം രാജിവെച്ചു. അദ്ദേഹത്തെ രാജി അദ്ദേഹം സ്വന്തമായിട്ടെടുത്ത തീരുമാനം. ആ പരാമർശം വന്ന ആ ദിവസം അദ്ദേഹം രാജി മുഖ്യമന്ത്രി എന്ന നിലയിൽ എനിക്ക് ഓഫർ ചെയ്യുക ചെയ്തത്. ശ്രീ ബാബു രാജി തന്നിട്ട് പിന്നെ അധികാരത്തിൽ പിടിച്ചു തൂങ്ങി. എങ്ങനെയാ? വിജിലൻസ് കോടതിയിൽ ബാബുവിനെതിരായിട്ടുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടു. അതിനെതിരെ ഹൈക്കോടതി ജഡ്ജി അത് സ്റ്റേ ചെയ്തു. ആ തീരുമാനം ഇന്നും നിലവിലില്ല. ആ സാഹചര്യത്തിലാണ് ശ്രീ ബാബു രാജി പിൻവലിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. ഏതായാലും കോൺഗ്രസ്സിനെ ധാർമ്മികതയുടെ പേരിൽ ഉപദേശിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരവകാശവുമില്ല. ഇതിനേക്കാളൊക്കെ എത്രയോ വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്നു വന്നപ്പോഴും പാർട്ടി അതിനെ ന്യായീകരിച്ചും അനുകൂലിച്ചുമാണ് നിന്നിട്ടുള്ളത്. പക്ഷേ ഇന്ന് മറ്റൊരു മാർഗവുമില്ല, രക്ഷപ്പെടാൻ മറ്റ് യാതൊരു മാർഗവുമില്ല എന്ന് വന്നപ്പോഴാണ് ഈ നടപടിയെടുത്തത്. ഇതിൻ്റെ പേരിൽ UDFനെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ചുകൊണ്ടുള്ള ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ നിലപാട് ഒരു വിധത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. പിന്നെ ഇവിടെ മാധ്യമങ്ങളിലൂടെ വളരെയേറെ നിയമനങ്ങളെക്കുറിച്ച്, ബന്ധു നിയമനങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പറയാനുള്ളത്? അതിനെക്കുറിച്ച് എന്താ ചർച്ച? എത്രയോ നിയമനങ്ങൾ, അതൊക്കെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണോ? അപ്പം ഇതിൻ്റെ മറവിൽ മറ്റുള്ള നിയമനങ്ങളെ മറികടക്കാൻ, അതിനെയൊക്കെ പൊതിഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിട്ടുകൂടിയാണ് കാണുന്നത്. അതല്ലെങ്കിൽ ഇന്ന് തീരുമാനിക്കണ്ടേ? ശ്രീ EP ജയരാജൻ രാജിവെച്ച കൂട്ടത്തിൽ തന്നെ പാർട്ടി ബാക്കിയുള്ളതെല്ലാം പരിശോധിക്കും, തെറ്റുണ്ടെങ്കിൽ തിരുത്തും. അത് പറയാതെ മുമ്പോട്ട് പോകുന്ന സ്ഥിതിയാണ് ഉള്ളത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ കോൺഗ്രസ് UDFും എടുത്തിട്ടുള്ള ഒരു നിലപാടുണ്ട്. ആ നിലപാട് തന്നെയാണ് ശ്രീ പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റും പ്രഖ്യാപിച്ചിട്ടുള്ളത്. അല്ല, ഈ കാര്യത്തിൽ ഇത്രയും പ്രധാനപ്പെട്ടൊരു തീരുമാനം, ഇത്രയും ഉന്നത നേതാക്കളുമായി ബന്ധപ്പെട്ടൊരു തീരുമാനം മുഖ്യമന്ത്രി അറിയാതെയാണ് നടന്നതെന്ന് ആരും വിശ്വസിക്കുന്നില്ല. അതെ ഞാൻ പറയട്ടെ, പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും കാര്യത്തെക്കുറിച്ച് സംസാരിക്കും. സാർ, വേറെ നമ്മുടെ ഇന്ന് മാധ്യമപ്രവർത്തകരെ വഞ്ചൂർ കോടതിയിൽ വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുന്നത്, വനിതാ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരാണ് ആക്രമിച്ചിരിക്കുന്നത്. വളരെ നിർഭാഗ്യകരമായ സംഭവമാണ്. ഇതിങ്ങനെ നീണ്ടുപോകുന്നതിൽ വലിയൊരു ആശങ്കയാണ്. കേരളം പോലൊരു സംസ്ഥാനത്ത് ഉണ്ടായി പോകുന്നത് വളരെ ഇതാണ്. അതിന് ഏറ്റവും വേഗത്തിലൊരു പരിഹാരം ഭരണ നേതൃത്വവും ജുഡീഷ്യറിയുടെ ഉന്നത നേതൃത്വവും ചേർന്ന് ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടതാണ്.